ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് രാവിലെ എന്താ ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. ജോസിന് ചപ്പാത്തിയും പീനട്ടും മതിയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇപ്പം എനിക്കും പിള്ളേർക്കും മാത്രമല്ല, അപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പള്ളി പോകുന്നതിന് മുമ്പ് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. ഇപ്പം ഇന്നിവിടെ ചപ്പാത്തി ചിക്കൻ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ജോസിന് ചിക്കൻ ഇല്ലാതെ എനിക്ക് പീനട്ട് കഴിക്കണം. കുറച്ച് ദിവസം ഒരു പീനട്ട് കഴിച്ചിട്ട് അപ്പോൾ പീനട്ട് കൂട്ടി ഞാൻ ചപ്പാത്തി കഴിച്ചോളാം. അപ്പം ഞാൻ ചിക്കൻ ജസ്റ്റ് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചതാണ്. സൺഡേ എനിക്ക് കുറേ പണിയുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, അലക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ പെര തുടക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പെര തുടക്കലാണുള്ളത്. അലക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് നാളെ അലക്കാലും മതി. അപ്പോൾ പെര മുഴുവൻ തുടക്കുകയും എല്ലാം ചെയ്യണം. ഇപ്പോൾ ഇന്ന് തുടച്ചിട്ടാൽ നാളെ അത് അലമ്പാക്കിക്കോളും. അപ്പോൾ ഇന്ന് പെര തുടക്കലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ പോണേണ്. ഒരു 12:30 ആകുമ്പോഴേക്കാളും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. 2 മണിക്കുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്യുമേ. അപ്പം ഡാഡിയുടെ സീറ്റ് കവർ ജോയ്സിന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സീറ്റ് കവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു വണ്ടി. ഡാഡിയുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ ഡാഡി അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി എടുക്കണമല്ലോ, അപ്പോൾ സീറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സീറ്റ് എടുത്തുകൊണ്ട് വന്നേക്കണേല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡാഡിക്ക് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പം അതിന് വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കഞ്ഞിയും കറിയൊന്നും വെക്കണില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ്. ഇവിടെ ചപ്പാത്തി ആണെങ്കിൽ പിന്നെ ഞാൻ പറയാറില്ല എപ്പോഴും, വേറെ ഒന്നും വേണ്ട. ഇത്തമ്മ പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നപ്പോൾ പള്ളിയിലത്തേക്ക് ആയപ്പോൾ തന്നെ ഇത്തമ്മ കിടന്ന് ഉറങ്ങിപ്പോയി. പള്ളിയിലെ തീരാറായപ്പോഴേക്കാളും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി ഉറങ്ങിപ്പോയി. ആളെ എണീറ്റിട്ടില്ല. ഞാൻ ചായ നല്ലോണം ഇങ്ങനെ ഇതാക്കും കേട്ടോ. എന്തെന്നാ ഇതിനെ പറയണത്, അടിക്കും. ഞങ്ങളുടെ ഇവിടെ ചായ നല്ലോണം അടിക്കണമെന്നാണ് പറയണത്. നല്ലോണം ഇത് ചെയ്യണേന. ചില സമയത്ത് തുളുമ്പി പോകും കേട്ടോ. അപ്പോൾ ജോസിൻ്റെ കയ്യിൽ നിന്ന് എനിക്കിട്ട് പിണക്കവും കിട്ടും. ഇത് കാര്യം ഇരിക്കണം, 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ജോസിൻ്റെ ഏതൊരു പിണങ്ങണാണാവേ. പിന്നെ ഇസു ഉറക്കമാണ്. മൂത്ത ആൾ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. മുഖം എന്താണെന്നാവോ കടന്നൽ ഒത്തിയ പോലെ ഇരിക്കുന്നുണ്ട്. എന്നെ ഒന്ന് ചിരിക്കടിയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചായിരുന്നു വന്ന്. അപ്പോൾ അവൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അവൾക്കത് മതി. അവൾക്കും ചായയും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കാളും നമ്മുടെ നായിക എത്തി. ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ഇന്ന് പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നപ്പോഴേക്കാളും ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. ഏകദേശം 8:45 കഴിഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ചായ. ചായയാണ് ഇത്തമ്മയുടെ ഫേവറേറ്റ്. അതും കട്ടൻ ചായ ഒന്നും കുടിക്കില്ല, പാൽ ചായ മാത്രം കുടിക്കും. പാല് കറച്ചായ അല്ലേ ഇത്തോ? അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടേ ഉറങ്ങിപ്പോയി. പള്ളിയിൽ വെച്ച് തന്നെ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഇവിടെ വന്ന് കൊണ്ടുവന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് പോകുന്നത്. റെഡി പിന്നെ ചപ്പാത്തിയാണ് ആവശ്യത്തിനാണ് കേട്ടോ. കഴിച്ചോ, നോക്കി കഴിക്കും. അമ്മ ചിക്കൻ കിളി തരാം കേട്ടോ. കഴിച്ചോ, കഴിച്ചോളൂ. തയ്ക്കാനുള്ളതൊക്കെ തയ്ച്ച് ഇനി അതിൻ്റെ മീതയിലോട്ട് ഒട്ടിക്കേണ്ട സംഭവം കൂടി മാത്രമേ. അപ്പോൾ പശയൊക്കെ തേച്ച് ജോയ്സിന് ഇതൊക്കെ ചെയ്യണതിന് സിറ്റൗട്ടിലിരുന്നാണ് ചെയ്യണത്. ഈ സിറ്റൗട്ടിലിരുന്ന് ഇത് ചെയ്യണ കണ്ടപ്പോൾ അപ്പുറത്തുനിന്ന് അനിയൻ്റെ കൊച്ചു ഓടി തന്നെ ഉണ്ടാ. ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളും കൂടി പെറുക്കിക്കൊണ്ടും പോകും. അപ്പോൾ അത് തിരിച്ചു തരാൻ വേണ്ടി വന്നേക്കണേണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കണേണല്ല, അയാൾക്ക് ഇങ്ങോട്ട് വന്നം. പിന്നെ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു മിഠായി കൊടുത്തിട്ട് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോട്ടാന്നും പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോണേ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനപ്പുറത്തോട്ട് പോകാൻ ഇഷ്ടമല്ല, പോവുകയുമില്ല. എത്ര വിളിച്ചാലും പോകൂല. പിന്നെ എന്തെങ്കിലും കളത്തിലൊക്കെ പറഞ്ഞു വേണം അവനെ വിളിക്കാൻ കേട്ടോ. ജോസ് സ്റ്റിച്ച് ചെയ്തതാണ്. അതിനകത്തോട്ട് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ജോയ്സും പോകും. ജോയ്സിന് ട്രസ്റ്റിൻ്റെ അവിടെ പോകണം. ഭാവനയുടെ ഞങ്ങളുടെ വഴിയുടെ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ അങ്ങോട്ട് പോകണം. ഇത് കഴിഞ്ഞിട്ട് സംഭവം കഴിഞ്ഞ് ഇനി സ്റ്റാപ്ലെയർ ഉണ്ട്. ആ സ്റ്റാപ്ലെയർ അടിച്ചാൽ മതി. അപ്പോൾ ജോയ്സും പോയി കഴിഞ്ഞിട്ട് ഞാൻ പെര കൊടുക്കത്തുള്ളൂ. സീറ്റ് അങ്ങനെ റെഡിയാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എടുക്കാൻ മറന്നു പോയായിരുന്നേ. സീറ്റ് കാണിച്ചു കൊടുത്തിട്ട് സീറ്റ് ഇസുബുവിൻ്റെ സീറ്റാണ് കേട്ടോ അത്. ഇവിടെ സീറ്റ് ചെയ്യണ കണ്ടപ്പോൾ ഒരുത്തം വന്നതാ. എൻ്റെ സീറ്റ് ഇതാണെന്നും പറഞ്ഞു, വണ്ടിയുടെ സീറ്റ് ഇതാണെന്നും പറഞ്ഞു അവൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ടും വന്നതാണേ. ഇനി ജോയ്സം പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 10:30 മുമ്പായിട്ട് ഞാൻ പെര കൊടുക്കാൻ നിന്ന്. 10:30 ആകുമ്പോഴേക്കാളും ജോയ്സും പോകും. അപ്പോൾ മുറി ആദ്യം തുടച്ചു കഴിഞ്ഞ് വന്ന്
ഞാൻ അതുങ്ങളെ രണ്ടിനെയും ആ മുറിയിലിട്ടേക്കണേ, അവിടെ ഫോണും കൊടുത്ത് വെച്ചിട്ട് അവിടെ ഇരുത്തിയേക്കണേ. വേറെ ഒന്നുമല്ല, എനിക്ക് ഈ പെര തുടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് നടക്കണതോ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആ മുറി വേഗം തുടച്ചിട്ട് അതുങ്ങൾ അതിൽ കയറ്റിയിരുത്തി വേഗം കഴിയും. കുറച്ച് പണിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മുറിയും ഹാളും അടുക്കള എല്ലാം തുടച്ച് വരുമ്പോൾ ഇത്തിരി ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം വെള്ളത്തിൽ ഇത് തുടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പ്രാവശ്യത്തോളം വെള്ളമില്ലാതെ തുടച്ചെടുക്കും. അതിൻ്റെ ഇടയിൽ ലിക്വിഡൊക്കെ ഇടും കേട്ടോ. ഞാൻ ലൈസോളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ അടുക്കളയാണ് കേട്ടോ. അടുക്കള ഞാൻ ആദ്യമല്ല ലാസ്റ്റാണ് തുടക്കുന്നത്. മുറികൾ ആദ്യം തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കള തുടക്കുന്നത്. അടുക്കള തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെയും തുണി കഴുകി കഴിഞ്ഞിട്ടാണ് ഹാളും മെയിൻ ലിവിങ്ങും ഒക്കെ തുടക്കണത്. അടുക്കളയിൽ നമ്മൾ സ്ഥിരം കയറി ഇറങ്ങി നടക്കുമ്പോഴില്ല എന്തായാലും അവിടെ അഴുക്ക് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുറി ആദ്യം തുടച്ച് കഴിഞ്ഞിട്ടേ അവിടെ ഞാൻ തുടക്കാറുള്ളേ. എന്നിട്ട് നല്ലോണം തുണി തിരുമും, അല്ലെങ്കിൽ ആ അഴുക്ക് ഹാളിലും ഇവിടെയൊക്കെ വരും. ഇപ്പോൾ ഇവിടുത്തെ ടൈല് ഈ കളറാണ്, മരക്കളറില്ലേ, മരത്തിൻ്റെയൊക്കെ ആ കളറാണ്. ഈ ടൈലിന് പ്രശ്നമില്ല. മുറികളിലെ ടൈല് ബ്ലാക്കാണ്. ഈ ടൈലുകൾക്കാണ് പ്രശ്നം, ഹാളിലെയും ലിവിങ്ങിലെയും ടൈല്. ആ അഴുക്ക് തുണി കൊണ്ടാണ് തുടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ആ പാട് പോലെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട് പോലെ വരുവേ. അപ്പോൾ അതുകൊണ്ട് തുണി പിന്നെ രണ്ടാമത് പോയി നല്ലോണം തിരുമ്മി കഴുകിയിട്ടാണ് ഞാനിവിടെ തുടക്കണത്. അടുക്കള എന്തായാലും ഞാൻ മുറി കഴിഞ്ഞിട്ട് അടുക്കളയിൽ തുടക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നല്ലോണം തിരുമ്മി കഴിഞ്ഞിട്ട് ഹാളിൽ ലിവിങ്ങും തുടക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പാട് ഇതിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ തുടക്കണത്. ഇതിൽ എനിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ പണി തീരുമെന്ന് പറയണേക്കാം. എൻ്റെ പണി വേഗം തീരണത് എനിക്ക് തന്നെ അറിയാം. ഇത്തിരി പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഭക്തിഗാനോ അങ്ങനെ എന്തെങ്കിലും മതി. അപ്പോൾ ഞാനിവിടെ TV കണക്ട് ചെയ്തിട്ടുണ്ട്, പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടും കൂടി കേട്ട് കഴിയുമ്പോൾ എൻ്റെ പണി വേഗം തീരും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പണി വേഗം തീരണമെന്നുണ്ടെങ്കിൽ എനിക്കൊത്തിരി പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഭക്തിഗാനം വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും തന്നെ ഭക്തിഗാനം വെച്ചിട്ടായിരിക്കുള്ളൂ ഞാൻ അടുക്കളയിൽ പണി ചെയ്യണത്. അതും എൻ്റെ പണിയൊക്കെ വേഗം കഴിയും. ഇതാ ഞങ്ങളുടെ ഹാൾ കേട്ടോ. ഹാളിൽ ഇത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു ഫർണിച്ചർ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ ഒരു ഇതാണ്. പെരുമാൾ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് വാങ്ങിയ തേക്കിൻ്റെ ഡൈനിങ് ടേബിളാണ്. അത് അവിടെ കിടക്കണേന്ന് തൊടാൻ പറ്റുമല്ലോ. അത് എന്തൊരു വെയിറ്റ് ആണെന്നറിയോ. എൻ്റെ സിറ്റ് ഔട്ട് ഞാൻ ഇങ്ങനെ തുടക്കണേ അല്ല, അടിച്ച് കഴുകുകയാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കൊണ്ടുവന്ന് ചെരുപ്പ് അങ്ങാട് ഇടും. നിങ്ങൾ വിചാരിക്കേണ്ടത് പെട്ടെന്ന് തന്നെ ഉണങ്ങുമെന്ന്. നിമിഷ നേരം കൊണ്ട് ഉണങ്ങും. അത്ര ചൂടാണ് അവിടെ സിറ്റ് ഔട്ടിൽ. അപ്പം അതും ഇതേപോലെ തന്നെ ഞാനിങ്ങനെ അടിച്ച് കഴുകുകയാണ് ചെയ്യണത്. ഇത് വെച്ച് ഇങ്ങനെ നല്ലോണം വൈപ്പർ വെച്ച് അങ്ങോട്ട് നല്ലോണം തന്നെ ഉരച്ച് കഴുകിയിട്ട് വെള്ളം അങ്ങോട്ട് വടിച്ച് കളയും. തുണി വെച്ച് അങ്ങനെ തുടക്കാറില്ല. തുടക്കം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഞാൻ സോപ്പിട്ട് നല്ലോണം ബ്രഷ് ചെയ്യും. അപ്പുറത്ത് കോഴിയുണ്ട്. അപ്പോൾ കോഴി ചിലപ്പോൾ സിറ്റൗട്ടിലൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ അപ്പം അന്നേരം സോപ്പൊക്കെ ഇട്ട് നല്ലോണം തേച്ച് കഴുകും. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വടിച്ച് കളയുക ചെയ്യണത്. ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ സംഭവം നല്ല ചൂടായ കാരണമില്ലേ, നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ക്ലീനായിട്ട് കിട്ടും. ഒട്ടും വെള്ളമില്ലാതെ കിട്ടും. ഇതും അതേപോലെ തന്നെ ഞാൻ ചെയ്യണത്. എനിക്ക് സൺഡേ ആണ് എനിക്ക് കൂടുതലും ഈ പെര തുടക്കലും മാറാമ്പലടിച്ച് കളയലും അങ്ങനെയൊക്കെ ഉള്ള പണി ഞാൻ സൺഡേ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. ഒട്ടും കൂടി തുടച്ച് കഴിഞ്ഞപ്പോഴേക്കാളും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് വീട്ടിലോട്ട് പോയായിരുന്നു. ഒരു 12:30 ആയപ്പോൾ തന്നെ പോയി. ഞാൻ അൽഡ്രീമിൽ നിന്ന് കുഴിമന്തി മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് കേട്ടോ. എന്നിട്ട് കൂടുതലുണ്ടായി. അമ്മ മാത്രം കുറച്ച് കഴിക്കത്തുള്ളൂ. ഡാഡി അങ്ങനെ ചിക്കൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. പിന്നെ ജോയ്സും നോമ്പാണ്. അപ്പോൾ ഇവനോട് പറഞ്ഞിട്ടുണ്ടായി വാങ്ങിച്ചു തരാമായിരുന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് അതും ബാലൻസ് ഉള്ളത് ഞാനിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തേ. എൻ്റെ സൺഡേ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.